Hi students, welcome to our online class. Today we will discuss the time dependent form of Schrodinger's equation. Right. Actually, quantum mechanics in the two model base ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം Schrodinger's equation നിങ്ങൾക്ക് എവിടെന്നെങ്കിലും എന്താ പറയാ ഏതെങ്കിലും ബേസിക് ഫിസിക്സിലെ പ്രിൻസിപ്പിളിൽ നിന്നും നിങ്ങൾക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഇക്വേഷൻ അല്ല Schrodinger's equation. അത് ഒരു ഫണ്ടമെന്റൽ ഇക്വേഷൻ ആണ്. അതിന്റെ പ്രിൻസിപ്പിൾ അതിൽ തന്നെയാണ്. അത് തന്നെയാണ് അതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. റൈറ്റ്. അതായത് നിങ്ങൾക്കൊരു നമ്മൾ സാധാരണ എന്താ ചെയ്യുക, ഒരു തിയറി പറഞ്ഞു കഴിഞ്ഞാൽ ആ തിയറി വെച്ചിട്ട് നമ്മൾ ഡിറൈവ് ചെയ്തിട്ട് അതിന്റെ ഇക്വേഷൻ ഫോർമുലേറ്റ് ചെയ്യുക ചെയ്യാം. ബട്ട് Schrodinger's equation അങ്ങനെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ നിന്ന് നിങ്ങൾക്ക് ഡിറൈവ് ചെയ്തെടുക്കുക സാധ്യമല്ല. ബിക്കോസ് ഇറ്റ്സ് പ്രിൻസിപ്പിൾ ഈസ് ഇറ്റ് സെൽഫ്. ഓക്കെ, ഇൻ ഇറ്റ്. എനിവേ, but you can show this equation or reach at this equation from some other equations. നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബേസിക് പ്രിൻസിപ്പിളിന് ഡിറൈവ് ചെയ്യാൻ പറ്റില്ലെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ കാണിക്കാൻ പറ്റും. Schrodinger's equation ഒന്ന് രണ്ട് സ്ഥലത്ത് തുടങ്ങിയിട്ട് നിങ്ങൾക്ക് അതിലേക്ക് എത്തപ്പെടാൻ പറ്റും. ഓക്കെ, സോ ഇവിടെ ചെയ്യുന്നത് നമ്മൾ എന്ത് തന്നെയാണ്, Schrodinger's equationന്റെ വലിയ ഒരു ഡെറിവേഷൻ ഒന്നുമല്ല. നമ്മൾ വി ആർ സ്റ്റാർട്ടിങ് ഫ്രം സം പോയിന്റ് ആൻഡ് വി വിൽ റീച്ച് at the Schrodinger's equation. Okay, വേറെ ടെക്സ്റ്റ് ബുക്കിൽ ചില ആളുകൾ വേറെ രീതിയിൽ എത്തിയിട്ടുണ്ടാവും. വാട്ടെവർ, നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ എത്താൻ പറ്റുന്നേ ഉള്ളൂ. ഓക്കെ, ഫൈൻ. യെസ്, ഇപ്പോൾ നമുക്ക് അങ്ങനെയാണെങ്കിൽ വേവിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും അല്ലേ? ഡോ സ്ക്വയർ വൈ ബൈ ഡോ എക്സ് സ്ക്വയർ ഈക്വൽ ടു 1/v² ഡോ സ്ക്വയർ വൈ ബൈ ഡോ ടി സ്ക്വയർ അല്ലേ? അങ്ങനെ എഴുതുമ്പോൾ ഇതാ equal to 1/v² dot square y by dot square. Correct അല്ലേ? Right. ഈ വേവ് ഇക്വേഷനിലെ വൈയുടെ ഫോം നമ്മൾ സം കോൺസ്റ്റന്റ് e raised to minus I omega t minus x by v. Okay, v is the velocity of the wave. Okay, here v is a measurable quantity. Right. So anyway, ഇവിടെ ഇതാണ് നമ്മളെ ജനറലി വേവ് ഇക്വേഷൻ. y എന്ന് പറയുന്ന ഇതിന്റെ സൊല്യൂഷൻ y ഇങ്ങനെയാണ് നമുക്ക് അറിയാവുന്നത്. റൈറ്റ്. ബട്ട് Schrodinger's ഇക്വേഷനിൽ ഇൻസ്റ്റെഡ് ഓഫ് y we have ഈ ഒരു വേവില് y ആണ് വേരി ചെയ്യുന്നത് അല്ലേ? ബട്ട് in quantum mechanics what varies is the wave function psi അല്ലേ? അപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് y we have psi. Okay, but there is a big difference between this y and psi. ഈ y എന്ന് പറയുന്ന ഈ ആള് നമുക്ക് എന്ത് ചെയ്യാം, മെഷറബിൾ ആണ് അല്ലേ? psi നിങ്ങൾക്ക് നേരിട്ട് മെഷറബിൾ ആണോ? എല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. സോ എനിവേ ഐ ക്യാൻ യൂസ് ദി സിമിലർ ഫോം ബൈ മേക്കിംഗ് സം ചേഞ്ചസ്. ഓക്കെ, ഐ വിൽ എക്സ്പ്ലെയിൻ വാട്ട് ചേഞ്ചസ് യു വാണ്ട് ടു ഡു. ഓക്കെ, സോ എനിവേ psi is in the form a some constant e raised to minus I omega t minus x by v. V is the velocity of the matter wave. Okay, anyway, I need to make some changes here. Okay, in order to satisfy our conditions on psi. To do, you substitute omega equal to 2 pi nu. We know this relation between angular frequency and omega and frequency nu. Okay, substitute here. What do you get? See, psi equal to a e raised to minus I omega omega കൊടുക്കണം, 2 pi nu കൊടുക്കണം. Okay, so 2 pi nu ഉള്ളാരുണ്ട് t minus x by v ഉണ്ട്. ഓക്കെ, നിങ്ങൾ ന്യൂവിനെ ഉള്ളിലേക്ക് എടുക്കുക. സോ വാട്ട് യു ഒബ്റ്റൈൻഡ് ഈസ് a e raised to minus I 2 pi ന്യൂ ഉള്ളിലേക്ക് പോയാൽ ന്യൂ t minus x nu by v. ഓക്കെ, so psi equal to a e raised to minus I 2 pi nu t minus, listen, ഇവിടെ nu by v അല്ലേ?
nu by v എന്ന് പറഞ്ഞാൽ എന്താ ഫ്രീക്വൻസി ബൈ വെലോസിറ്റി 1 by lambda ആണ് അല്ലേ. സോ ദിസ് ഈസ് 1 by lambda. എക്സ് ഓൾ എവിടെ ഉണ്ട്? 1 by lambda എന്ന് പറയുമ്പോൾ എക്സ് ബൈ ലാംഡ. നമുക്ക് നമ്മുടെ എന്താ പറയുക എനർജി നമ്മൾ എങ്ങനെയാണ് കാണുക? നിങ്ങൾ പറ. ഈ ഈക്വൽ ടു നമ്മൾ എച്ച് ന്യൂ ആണ്. ഓക്കെ റൈറ്റ്, കറക്റ്റ് അല്ലേ? അല്ലെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെയാണ് കാര്യങ്ങൾ ഒരു 2π ഒന്ന് മൾട്ടിപ്ലൈ ഡിവൈഡ് ചെയ്യുക. അപ്പം 2π എച്ച് ന്യൂ ബൈ 2π അല്ലേ, മൾട്ടിപ്ലൈ ഡിവൈഡ് ചെയ്തു. എച്ച് ബൈ 2π എന്ന് എച്ച് കട്ടാ. സോ ഇങ്ങനെ 2π എച്ച് കട്ട് ന്യൂ എന്ന് എഴുതാം. ഓക്കെ, സോ സി ഹിയർ ഇങ്ങനെ ഒരു ന്യൂലാണ് നമ്മൾ എനർജി എക്സ്പ്രസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വേവ് ലെങ്ത് ഒക്കെ നമ്മൾ ന്യൂ ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാറ്? എക്സ്പ്രസ് ചെയ്യാറ്. ഓക്കെ, സോ നമുക്ക് ഈ ഒരു എക്സ്പ്രഷനിൽ എക്സിനെ മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ന്യൂവിൽ കിട്ടണം. ഈ എക്സ്പ്രഷൻ മാറ്റി ഒമേഗയിൽ നിന്ന് മാറ്റി നമുക്ക് ന്യൂയുടെ എക്സ്പ്രഷൻ കൊടുത്തിട്ട് നമ്മളൊന്ന് എന്ത് ചെയ്തു? റീഅറേഞ്ച് ചെയ്തു. ഓക്കെ, ഒന്നുമില്ല, ഇതാ ഇവിടെ എന്ത് ചെയ്യണം? ഒമേഗക്ക് നമുക്കറിയാവുന്ന 2π എന്നുള്ള ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഒന്ന് റീഅറേഞ്ച് ചെയ്തു. വി ഹാവ് യൂസ്ഡ് വൺ മോർ റിലേഷൻ. വാട്ട് വാസ് ദാറ്റ്? v by nu equal to lambda അല്ലെങ്കിൽ nu by v equal to 1 by lambda എന്ന് കുഴപ്പമില്ല. റൈറ്റ്, അത് ഉപയോഗിച്ചിട്ടൊന്ന് എന്ത് ചെയ്തു? റീഅറേഞ്ച് ചെയ്തു. ഓക്കെ ഫൈൻ. നൗ യു ലിസൺ. അപ്പോൾ ഈ ഞാൻ ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ ലാംഡ സമം എച്ച് ബൈ പി ആണ് അല്ലേ. 2π മൾട്ടിപ്ലൈ ചെയ്താൽ 2π എച്ച് ബൈ പി ഇൻറ്റു 2π. ഓക്കെ, നൗ ഇതൊന്നും മാറ്റിയാൽ ലാംഡ ഈക്വൽ ടു എച്ച് ബൈ 2π എച്ച് കട്ട്. അപ്പോൾ 2π എച്ച് കട്ട് ബൈ പി ആണ്. കറക്റ്റ് അല്ലേ? അപ്പോൾ ലാംഡ ഈസ് ദിസ് ആൻഡ് ഇ ഈസ് ദിസ്. ഓക്കെ, അത് നമുക്ക് എന്ത് ചെയ്യാം? എനർജിയിൽ ഈയുടെ ടേംസിൽ ഇതിനെ മാറ്റണം. അതിനുള്ള പരിപാടിയാണ്. ഇത് രണ്ടും ഉപയോഗിച്ചിട്ട് ഇതിനൊന്നുകൂടെ എന്ത് ചെയ്യാം? റീഅറേഞ്ച് ചെയ്യാം. ഓക്കെ, psi equal to a e raised to minus I 2π. ശ്രദ്ധിച്ചോളേ, ന്യൂ ടി ആണുള്ളത് ആണല്ലോ. ഇവിടെ ന്യൂ എന്ന് പറഞ്ഞാൽ ഇ ബൈ 2π എച്ച് കട്ടിന് കൊടുത്തൂടെ അല്ലേ. അപ്പം എന്തൊരു ഇ ബൈ 2π എച്ച് കട്ട്. ഓക്കെ, ന്യൂന് കൊടുത്ത് ഇൻറ്റു ടി ഇവിടെ ഉണ്ട് മൈനസ് എക്സ് ബൈ ലാംഡ. ലാംഡക്ക് എന്ത് കൊടുക്കാം? 2π എച്ച് കട്ട് ബൈ പി. അവിടെ പോയി മേലെ പോയി. ഓക്കെ, സോ psi ഈക്വൽ ടു a e raised to minus I 2π. ശ്രദ്ധിക്കുക, 2π ഉണ്ട്. ആ ഫോർമുല 2π എന്തായി? ക്യാൻസൽ ആയി. അപ്പൊ 2π മൊത്തം പോയി. ഓക്കെ, എച്ച് കട്ട് രണ്ട് കണ്ടല്ലോ, അങ്ങനെ പുറത്തെടുത്തു. സോ I ബൈ എച്ച് കട്ട്. ഓക്കെ ഫൈൻ. അപ്പൊ 2π എച്ച് കട്ടിനെ പുറമേക്ക് എടുത്തു. അങ്ങനെ എടുക്കുമ്പോൾ 2π ക്യാൻസൽ ആയി. 1 ബൈ എച്ച് കട്ട് മാത്രം ബാക്കിയായി. റെഡി അല്ലേ? അതിനുള്ളിൽ ആരാളുള്ളത്? 2π എച്ച് കട്ട് പോയ ബാക്കി യെസ് et minus xp. right, so this is the required equation. okay, അപ്പോൾ എനർജിയിലും മൊമെന്റത്തിലുള്ള ഇക്വേഷൻ ആക്കി മാറ്റി. ഓക്കെ, അത് നമ്മളെ ഇതായിരുന്നു ജനറൽ ഇക്വേഷൻ. ഇതാ psi equal to a e raised to I omega t minus x by v ആയിരുന്നു. some substitutions had made my equation in e and p. how? psi equal to a e raised to minus I by h cut into et minus xp അല്ലെ p into x. okay, where p is the momentum, e is the energy. clear അല്ലേ? റൈറ്റ്. ഓക്കെ സ്റ്റുഡൻസ്, ഇവിടെ നിൽക്കട്ടെ. ഇനി നിങ്ങൾക്കറിയാം ഒരു ഈ സിസ്റ്റത്തിൻ്റെ എന്താ പറയുക, നമ്മൾ റിലേറ്റിവിസ്റ്റിക് കാൽക്കുലേഷൻ എടുക്കുന്നില്ല. ദാറ്റ് മീൻസ് പാർട്ടിക്കിളിൻ്റെ സ്പീഡ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന നമ്മുടെ കയ്യിലുള്ള പാർട്ടിക്കിളിൻ്റെ സ്പീഡ് ലൈറ്റിൻ്റെ സ്പീഡുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന സ്പീഡൊന്നുമില്ല. റിലേറ്റിവിസ്റ്റിക് കാൽക്കുലേഷൻസ് പ്രൊവൈഡ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എനർജി E equal to എന്ത് എഴുതാം? kinetic energy p square by 2m plus potential energy u. This is a function of position and time. okay, ബാക്കിയുള്ള ഒന്നുകൂടെ പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ ബാക്കിയുള്ള എല്ലാ പാർട്ടിക്കിളിന്റെയും ഈ നമ്മുടെ കൺസെൻട്രേഷനിലെ പാർട്ടിക്കിളിന്റെ മേലെ ഇന്ററാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇതാണ് എൻ്റെ പാർട്ടിക്കിൾ. അതിൻ്റെ എനർജി ഞാൻ കാണുന്നെങ്കിൽ ഇതിന്റെ ബാക്കി സറൗണ്ടിങ്സ് കാരണം ഇതിന്റെ മേലെ ഇൻഫ്ലുവൻസ് ആണ് ഈ പൊട്ടൻഷ്യൽ എനർജി ആണല്ലോ. റൈറ്റ്. എനിവേ ദിസ് ഈസ് ദി ഫോം.
You multiply this equation with psi. What do you get? E psi equal to p square psi by 2m plus u. Okay. If you need to proceed further, you want to know what is E psi and p square psi. So my next aim is to find out E psi and p square psi from here. കിട്ടും, വലിയ പണിയൊന്നുമില്ല. ഈ സൈഡ് നിങ്ങൾ ഇയും പിയും കാണുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഒന്നുമില്ല, ഇതിന് നമ്മൾ ചെറിയ രണ്ട് ഡിഫറൻസിയേഷൻ നടത്തിയാൽ നിങ്ങൾക്ക് ഈ സൈയും കിട്ടും, പി സ്ക്വയർ സൈയും കിട്ടും. ഓക്കെ, അതെന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം എന്താ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ബാക്കിയെല്ലാം പോണേ. ഓക്കെ, നമുക്ക് ഈ ഇക്വേഷൻ ആവശ്യമുള്ളൂ. ഓക്കെ, ആ ഇക്വേഷൻ ഇങ്ങോട്ട് മാറ്റി എഴുതാം. psi equal to a e raised to minus I by h cut e t minus x p l px. Okay, correct അല്ലേ? Yes. Now listen. You differentiate psi with respect to x. What do you obtain? Dou psi by dou x. എന്താ കിട്ടുക? x ൽ ഡിഫറൻസിയേഷൻ എടുക്കുക. So a e raised to x ന്റെ ഡിഫറൻഷ്യൽ e raised to x തന്നെയാണ്. അപ്പോൾ ഒരു ടേം അങ്ങനെ തന്നെ ഉണ്ടാവും. e raised to minus I by h cut e t minus px into ഈ ടേമിന്റെ ഡിഫറൻഷ്യൽ അല്ലെ. അതെടുക്കുമ്പോൾ എക്സിലാ ചെയ്യുന്നത്. അപ്പോൾ മൈനസ് ഐ എക്സ് കട്ട് ഇൻറ്റു ഇ ടി, അത് 0 ആയി. കാരണം അവിടെ ടി അല്ലേ ഉള്ളത്, നമുക്ക് ചെയ്യേണ്ടതില്ല എക്സിലാ. പകരം ഈ മൈനസ് എന്തായി? പ്ലസ് ആയി. ഐ ബൈ എച്ച് കട്ട് ഇൻറ്റു പി എക്സിന്റെ ഡിഫറൻഷ്യൽ എന്താ? വിത്ത് റെസ്പെക്ട് എക്സ് പി ആണ്. സോ ഈ മൈനസ് പ്ലസ് ആയ ഇൻറ്റു എന്ത് വരും? ഐ ബൈ എച്ച് കട്ട് ഇതിന്റെ പി എക്സിന്റെ ഡിഫറൻഷ്യൽ എന്താ? പി. Okay, you multiply this, differentiate this again with respect to x. What you obtain? Dou square psi by dou x square. എന്താ വരിക? ഒന്നുമില്ല, a e raised to minus I by h cut e t minus px അല്ലേ? ഇതിനെ ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യണം ആണല്ലോ. അപ്പോൾ a കോൺസ്റ്റന്റ് ആണ്, ഇതിന്റെ ഡിഫറൻസിയേഷൻ എന്താ? ഇത് ഇൻറ്റു മേലെ താഴെ ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് എക്സ്. അപ്പൊ എന്ത് വരും? ഐ ബൈ എച്ച് കട്ട് പി വരും. ശരിയല്ലേ? ഓൾറെഡി ഇവിടെ എന്തുണ്ട്? ഒരു ഐ ബൈ എച്ച് കട്ട് പി ഉണ്ട്. കറക്റ്റ് അല്ലേ? ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്തട്ടെ. എന്താ വരിക? ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ ഈക്വൽ ടു എ ഇൻറ്റു ഒറ്റ കാര്യം ചോദിക്കട്ടെ, എ ഇ റേസ് ടു മൈനസ് ഐ ബൈ എച്ച് കട്ട് ഇൻറ്റു ഇ ടി മൈനസ് പി എക്സ് എന്താ? a e raised to ഈ psi അല്ലേ? അപ്പൊ ഇത്രയും ടേം നമുക്ക് psi എന്ന് വിളിച്ചാൽ പോരെ അല്ലേ? അപ്പൊ psi അവിടെ ഉണ്ട്. Now I into I മൈനസ് ആണ്, p into b p സ്ക്വയർ. അപ്പൊ മൈനസ് p സ്ക്വയർ ബൈ h into h h കട്ട് സ്ക്വയർ. കറക്റ്റ്. ഇവിടെ നിങ്ങൾക്ക് p സ്ക്വയർ psi കിട്ടിയില്ലേ? എന്താ p സ്ക്വയർ psi? നമുക്ക് എന്താ വേണ്ടേ? p സ്ക്വയർ psi വേണം. വാട്ട് ഈസ് p സ്ക്വയർ psi? p സ്ക്വയർ psi ഈക്വൽ ടു മൈനസ് h cut square dou square psi by dou x square. കറക്റ്റ് അല്ലേ? h cut square ഇപ്പുറത്തേക്ക് എടുത്താൽ h cut square dou square psi by dou x square p square psi. അപ്പോൾ മൈനസിനെ ഇപ്പുറത്തേക്ക് എടുത്തു. കറക്റ്റ്. അപ്പോൾ p square psi കിട്ടി. എന്താ ചെയ്തത്? p square psi കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്തത് psiയെ രണ്ട് പ്രാവശ്യം എന്ത് ചെയ്തു? x ൽ ഡിഫറൻഷിയേറ്റ് ചെയ്തു. കറക്റ്റ് അല്ലേ? റൈറ്റ്. ഇത് ചെയ്യാൻ അറിയാലോ, കുഴപ്പമില്ലല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? psiനെ ഇവിടെ x ആണ് വേരിയബിൾ, ടൈം ആണ്. നമുക്ക് എന്ത് ചെയ്യാം? ടൈമിൽ ചെയ്ത് നോക്കാം, കിട്ടുമോ നോക്കാം. സോ വാട്ട് ഈസ് ഡോ സൈ ബൈ ഡോ ടി? അപ്പൊ ഇതിന് ഡിഫറൻഷിയേഷൻ നടത്തുന്നു. സോ എ ഇൻറ്റു ഇ റേസ് ടു എക്സിന്റെ ഡിഫറൻസിയേഷൻ ഇ റേസ് ടു എക്സ് ഇൻറ്റു ആ എക്സിന്റെ ഡിഫറൻസിയേഷൻ ആണ് അല്ലേ? അപ്പോൾ ആദ്യം ആ ഫംഗ്ഷൻ അങ്ങനെ തന്നെ വരും. മൈനസ് അതറിയണേ, ഡിഫറൻസിയേഷൻ കാണാൻ ഇ ടി മൈനസ് പി എക്സ് ഇൻറ്റു എ മേലെ താഴെ ഡിഫറൻസിയേഷൻ കാണാം. വിത്ത് റെസ്പെക്ട് ടി ആയതുകൊണ്ട് സെക്കൻഡ് പാർട്ടിന് ഡിഫറൻസിയേഷൻ 0 ആവും. അപ്പം ഫസ്റ്റ് ഉണ്ടാവും ഇൻറ്റു എന്ത് വരും? മൈനസ് ഐ ബൈ എച്ച് കട്ട് ഇൻറ്റു ഇ ടിയുടെ ഡിഫറൻസിയേഷൻ ടി ചെയ്ത ഇ വരും. ഓക്കെ, ഇതെന്താ? നമ്മുടെ സൈ അല്ലേ അല്ലേ? അപ്പൊ എന്താ ഇവിടെ വരിക? ഡോ സൈ ബൈ ഡോ ടി ഈക്വൽ ടു മൈനസ് ഐ ബൈ എച്ച് കട്ട് അല്ലേ? എച്ച് കട്ട് ഇവിടെ സൈ ഉണ്ട്, ഇവിടെ ഇ ഉണ്ട്. സോ ഇ ഇൻറ്റു സൈ.
നിങ്ങൾക്ക് ഈ സൈ വേണ്ടേ? അപ്പോൾ ഈ സൈ കിട്ടില്ല ഇവിടുന്ന്. വാട്ട് ഈസ് ഈ സൈ? ഈ സൈ ഈക്വൽ ടു h cut ഇപ്പുറം മൈനസ് h cut ഇപ്പുറത്ത് h cut ബൈ i അല്ലേ, ഇൻറ്റു ഒരു മൈനസ് ഉണ്ട് ഡോ സൈ ബൈ ഡോ ടി. ഓക്കെ, ഇതിനെ വേണം നിങ്ങൾക്കൊന്ന് മാറ്റാല്ലേ. എങ്ങനെ? ഈ സൈ ഈക്വൽ ടു ഒരു ഐ കൊണ്ട് താഴെ മേലെ മൾട്ടിപ്ലൈ ചെയ്താൽ എന്താവും? ഇവിടെ ഐ എച്ച് കട്ട് ഐ ഇൻറ്റു ഐ മൈനസ് ഈ മൈനസ് മൈനസ് പ്ലസ് ആയി. അപ്പോൾ ഐ എച്ച് കട്ട് ഡോ സൈ ബൈ ഡോ ടി എന്ന് മാറ്റി എഴുതാം. ഓക്കെ, ഈ ഐ മേലെ പോകുമ്പോൾ മൈനസ് ഐ ആണെന്ന് ആലോചിച്ചാൽ മതി. ആണെങ്കിൽ മൈനസ് മൈനസ് പ്ലസ് ഐ എച്ച് കട്ട്. ഓക്കെ, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഐ കൊണ്ട് താഴെ മേലെ മൾട്ടിപ്ലൈ ചെയ്യാം. താഴത്തെ ഐ ഇൻറ്റു ഐ മൈനസ് 1 ആയി. അപ്പോൾ ഈ മൈനസ് ക്യാൻസൽ ആയി. മേലത്തെ ഐ ഇവിടെ തന്നെ ഉണ്ട്, ഐ എച്ച് കട്ട് ഡോ സൈ ബൈ ഡോ ടി. അപ്പോൾ ഈ സൈയും ബി സ്ക്വയർ സൈയും കിട്ടി. ഇതൊന്നുമില്ല, നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതൊക്കെ മായിച്ചിട്ടുണ്ട്. നൗ വി റീച്ച് അറ്റ് ദി ഫൈനൽ സ്റ്റെപ്പ്. റൈറ്റ്, അപ്പോൾ ഇതിനെ സൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ഇത് കിട്ടിയത്. ഇ ഇൻറ്റു സൈ പി സ്ക്വയർ ബൈ 2m ഇൻറ്റു സൈ യു ഇൻറ്റു സൈ. ഓക്കെ, ഫൈൻ. നൗ വാട്ട് വി നീഡ്? We need substitute for p square psi and e psi. What is e psi? I h cut dou psi by dou t. So e psi is I h cut dou psi by dou t equal to p square psi by 2m. എന്താ p square psi? minus h cut square dou square psi by dou x square ആണ്. minus h cut square ഈ 2m നെ ഈ നടിയിൽ ഇട്ടു. കുഴപ്പമില്ലല്ലോ അല്ലേ? p square psi യിൽ minus h cut square ഉണ്ട്, by 2m ഉള്ളത് അതിനടിയിൽ ഇട്ടു. ഇനി ബാക്കി ആണുള്ളത് ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് യു സൈ. ഓക്കെ, സോ മൈ ഡിയർ സ്റ്റുഡൻസ്, ദിസ് ഈസ് ദി ടൈം ഡിപ്പെൻഡന്റ് ഫോം ഓഫ് Schrodinger's equation. So this equation represents this time dependent form of Schrodinger's equation. So we reach at Schrodinger's equation by starting from our solution to the wave equation. അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു പെർട്ടിക്കുലർ പോയിന്റ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഈ ഇക്വേഷനിലേക്ക് റീച്ച് ചെയ്യാം. ബട്ട് ഏതെങ്കിലും ഒരു ബേസിക് പ്രിൻസിപ്പിളിൽ നിന്ന് ഇത് ഡിറൈവ് ചെയ്യുക സാധ്യമല്ല. അപ്പോൾ ഇത് അത്രയും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ക്വാണ്ടം മെക്കാനിക്സിന്റെ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണത്. അതുകൊണ്ടാണ് അത് നിങ്ങൾക്ക് മറ്റൊരു പ്രിൻസിപ്പിളിൽ ഡിറൈവ് ചെയ്യാൻ പറ്റാത്തത്. ഓക്കെ, സോ this is the Schrodinger's, remember, time dependent form. നിങ്ങളുടെ എപ്പോൾ ചോദിച്ചാൽ ഈ ഫോം പറയാൻ പറ്റണേ. ഇനി ടൈം ഡിപ്പെൻഡന്റ് ഉണ്ട്, അപ്പോൾ ടൈം ഇൻഡിപെൻഡന്റ് ഉണ്ടാവുമല്ലോ അല്ലേ? അത് നമ്മൾ കാണും. എനിവേ ഇത് നിങ്ങൾക്ക് നിർബന്ധമായിട്ടും ഓർമ്മ വേണം. ഓക്കെ, അത്രയും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു ഒറ്റ കാര്യം കൂടെ, ഇതിപ്പോ എക്സ് 1 ഡയമെൻഷൻ അല്ലേ? 3 ഡയമെൻഷൻ ആണെങ്കിൽ ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ സൈ ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ സൈ ബൈ ഡോ സെറ്റ് സ്ക്വയർ ഉണ്ടാവും. ആ ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ബൈ ഡോ വൈ സ്ക്വയർ ഡോ സ്ക്വയർ ബൈ ഡോ സെറ്റ് സ്ക്വയർ, അതിനെ ഡെൽ സ്ക്വയർ എന്ന് വിളിച്ചുകൂടെ? നമ്മൾ പണ്ട് വിളിച്ച പോലെ. സോ 3 ഡയമെൻഷൻ ആണെങ്കിൽ ഇതെങ്ങനെ മാറ്റി എഴുതാം? ഇതൊന്നും ആവശ്യമില്ല, ഇതൊക്കെ മാറ്റട്ടെ. എങ്ങനെ എഴുതാം? നിങ്ങളെ I h cut by dou psi by dou t, that is equal to minus h cut square by 2m is there. അതിൽ മാറ്റമില്ല. ഉള്ളിൽ എന്താവും? ശരിക്ക് ഇതെന്താവും നോക്കിക്കോ. ഏതാ? ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ സൈ ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ സൈ ബൈ ഡോ സെറ്റ് സ്ക്വയർ പ്ലസ് ആര് നിങ്ങളുടെ ഫൈനൽ ടേം യു സൈ. കറക്റ്റ് അല്ലേ? ഇതിനാ ഡെൽ സ്ക്വയർ സൈൻ എഴുതി കൂടി നമുക്ക് ഈ ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ബൈ ഡോ സെറ്റ് സ്ക്വയർ ഡെൽ സ്ക്വയർ എന്ന് വിളിക്കാം. സോ അങ്ങനെയാണെങ്കിൽ ദിസ് ഈസ് ഐ എച്ച് കട്ട് ഡോ സൈ ബൈ ഡോ ടി ഈക്വൽ ടു മൈനസ് എച്ച് കട്ട് സ്ക്വയർ ബൈ 2m. ദിസ് ഈസ് ഡെൽ സ്ക്വയർ സൈ പ്ലസ് യു സൈ. സോ ദിസ് ഈസ് ദി Schrodinger's equation in 3 dimension. This is in 1 dimension. That is the only difference. ഒന്നുമില്ല, ഇവിടെ എക്സ് വൈ സെറ്റ് ടേം വരും, 3 dimension ആവും. ക്ലിയർ അല്ലേ? സോ നമ്മൾ ഡിറൈവ് ചെയ്തു ഇതിനാ. ഓക്കെ, നോ പ്രോബ്ലം. സോ റിമെമ്പർ ദിസ് ഇക്വേഷൻ. സോ ഡിയർ സ്റ്റുഡൻസ്, രണ്ട് ഇക്വേഷൻ എഴുതി വെച്ചിട്ടുണ്ട്. ഈ Schrodinger's ഇക്വേഷന്റെ പ്രാധാന്യം ഞാൻ പറഞ്ഞു. അതിന് നമുക്ക് മനസ്സിലായ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്താ?
this equation cannot be derived from any basic principle existed in physics. Okay, ഇതിന്റെ പ്രിൻസിപ്പിൾ ഇത് തന്നെയാണ്, ഇതിൽ തന്നെയാണ്. ഓക്കെ, സോ അങ്ങനെ ഒരു കാര്യത്തെ how will believe or how we can show this is true. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, അങ്ങനെയാകുമ്പോൾ ഈ ഇക്വേഷൻ എടുത്തിട്ട് നമുക്കറിയാവുന്ന ഡിഫറെൻറ്റ് സിസ്റ്റത്തിൽ എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്യണം. വേണ്ടേ? അങ്ങനെ അപ്ലൈ ചെയ്ത് നോക്കി. അങ്ങനെ ഈ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എടുത്തിട്ട് ഹൈഡ്രജൻ ആറ്റം, ഹാർമോണിക് ഓസിലേറ്റർ, അങ്ങനെയുള്ള ഡിഫറെൻറ്റ് സിസ്റ്റത്തിൽ നമ്മൾ അപ്ലൈ ചെയ്തപ്പോൾ it was remarkably correct. It gives accurate values. Okay, അപ്പോൾ ഹൈഡ്രജൻ ആറ്റോ ഈ ഹാർമോണിക് ഓസിലേറ്റർ ഒക്കെ അല്ലെ പാർട്ടിക്കിൾ ഇൻ എ ബോക്സ്, അങ്ങനെയുള്ള ഡിഫറെൻറ്റ് കാര്യങ്ങൾ ആര് ഈ ഷ്രോഡിഞ്ചേഴ്സ് ഇക്വേഷൻ എന്ത് ചെയ്തു, നമുക്ക് വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് തന്നു. അതുകൊണ്ട് വി ബിലീവ് ദാറ്റ് ദിസ് ഇക്വേഷൻ ഈസ് റൈറ്റ്. ഓക്കെ, അല്ലാതെ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിളിൽ ഡെറൈവ് എടുത്തൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ നമുക്കതിന് വേറെ തെളിവിൻ്റെ ആവശ്യമില്ല. ബട്ട് experimental observed values are in agreement with our Schrodinger's equation. Okay, അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, വാലിഡേറ്റ് ചെയ്യാം. എന്താണ് ഷ്രോഡിഞ്ചേഴ്സ് ഇക്വേഷൻ ശരിയാണോ തെറ്റാണോ എന്ന്. എന്തെന്ന് നമ്മൾ സിസ്റ്റം എടുത്തിട്ട് അതിൻ്റെ എക്സ്പെരിമെന്റ് നമുക്ക് കിട്ടിയ വാല്യൂസും ഈ ഇക്വേഷൻ ഉപയോഗിച്ച് സോൾവ് ചെയ്തിട്ട് കിട്ടുന്ന വാല്യൂസും എന്ത് ചെയ്യാം, ഒന്ന് പഠിച്ചാൽ ഉത്തരമായി. അപ്പോൾ എക്സ്പെരിമെന്റിൽ കിട്ടിയതും ഇത് പറഞ്ഞത് ശരിയാണെന്നാണ് ഇന്നേ വരെയുള്ള നമ്മുടെ ഹിസ്റ്ററിയിൽ നമുക്ക് മനസ്സിലായ കാര്യം. ഇന്നേ വരെ അതിലൊരു തെറ്റ് വന്നിട്ടില്ല. ഓക്കെ, സോ ഷ്രോഡിഞ്ചർ റിവ്യൂ വെച്ചിട്ട് ഹൈഡ്രജൻ ആറ്റത്തിന്റെ സൊല്യൂഷൻ, അങ്ങനെ ലീനിയർ ഹാർമോണിക് ഓസിലേറ്ററിന്റെ സൊല്യൂഷൻ, ഡിഫറെന്റ് സിസ്റ്റം എന്ത് ചെയ്യുന്നുണ്ട്, സോൾവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഒന്നുകിൽ ഷ്രോഡിഞ്ചർ ടൈം ഡിപ്പെൻഡന്റ് ഫോം ഉപയോഗിക്കേണ്ടി വരും, ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന ടൈം ഇൻഡിപെൻഡന്റ് ഫോം ഉണ്ട്, അത് ഉപയോഗിക്കേണ്ടി വരും. അത് ഏതാണത് പെർട്ടിക്കുലർ പ്രോബ്ലം ഡിപ്പെൻഡ് ആണ്. എനിവേ, these equations are very very important, like your F equal to ma in classical mechanics. ന്യൂട്ടന്റെ സെക്കൻഡ് ലോയായ F equal to ma ആണ് ക്ലാസിക്കൽ മെക്കാനിക്സ് നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ. ആ ഇക്വേഷൻ ഉപയോഗിച്ചാണ് എല്ലാ പ്രോബ്ലം നിങ്ങൾ സോൾവ് ചെയ്യുന്നത് അല്ലേ. അവിടെയും ആ ഇക്വേഷൻ എന്തല്ല, നിങ്ങൾക്ക് ഏതെങ്കിലും ബേസിക് പ്രിൻസിപ്പിൾ ഡെറൈവ് എടുക്കാനാവുന്നില്ല. അതങ്ങനെയാണ് അല്ലേ. ആ ന്യൂട്ടന്റെ സെക്കൻഡ് ലോയുടെ ഡെഫിനേഷൻ നമ്മൾ എഴുതി വെച്ചതാണ്. റൈറ്റ്, സോ എനിവേ, ബട്ട് ദാറ്റ് ഇക്വേഷൻ ക്യാൻ ബി ഡിറൈവ്ഡ് ഫ്രം സം പോയിന്റ്. ഇത് നമ്മൾ ഡിറൈവ് ചെയ്ത പോലെ നിങ്ങൾക്ക് ഡിറൈവ് ചെയ്തെടുക്കാം, പക്ഷെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുന്നില്ല. എനിവേ, അതൊക്കെ നമുക്ക് ഫണ്ടമെന്റൽ പോസ്റ്റുലേറ്റ് ആണെന്ന് പറയാം. ഓക്കെ, സോ ക്വാണ്ടം മെക്കാനിക്സിൽ എന്താ പറയുക, ഈ ഷ്രോഡിഞ്ചേഴ്സ് ഇക്വേഷൻ ഫണ്ടമെന്റൽ ആണ്. ഓക്കെ, സോ ഇറ്റ് ഡസൻറ്റ് നീഡ് എനി ഡെറിവേഷൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് വാലിഡേറ്റ് ചെയ്ത് എങ്ങനെയാണ്, നമുക്കറിയാവുന്ന പ്രാക്ടിക്കലി എക്സ്പെരിമെന്റലി ഒബ്റ്റൈൻഡ് ആയ വാല്യൂസും ഇത് സോൾവ് ചെയ്ത് കിട്ടുന്ന വാല്യൂസും കമ്പയർ ചെയ്തിട്ടാണ്. ഓക്കെ, നമുക്കിനി ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് ടൈം ഇൻഡിപെൻഡൻറ്റ് ഫോം പറയണം, പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എന്ത് ചെയ്യണം, പ്രോബ്ലംസ് സോൾവ് ചെയ്യണം. ഓക്കെ, മെയിൻ ആയിട്ട് അതാണ് ഈ ചാപ്റ്ററിലുള്ളത്. ഓക്കെ, സോ സ്റ്റഡി വെൽ. ഐ തിങ്ക് യു അണ്ടർസ്റ്റാൻഡ് ഹൗ ഐ റീച്ച് അറ്റ് ദിസ് ഇക്വേഷൻ. ഇൻ സം അതർ ടെക്സ്റ്റ് ബുക്ക് ദ വേ മേ ബി ഡിഫറെൻറ്റ്, ബട്ട് here I choose this way. Fine. So any doubt? I think you understood. So you will see in the next class. Thank you.